കർത്താവിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ കേൾക്കുന്ന ഏവരുമേ, ആത്മീയ നിറവുള്ള അമ്മയുടെ ഓർമ്മകളാൽ ശുദ്ധീകരിക്കപ്പെടുന്ന പരിശുദ്ധമായ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ശുദ്ധതയുടെ ശുദ്ധസ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം നാഥന്റെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ഇറങ്ങി വസിക്കുവാൻ നിർമ്മല കന്യക തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകരക്ഷകന്റെ മാതാവാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മ മറിയത്തെ സ്വർഗീയ ദർശനങ്ങളുടെ പൂർത്തീകരണവും അടയാളങ്ങളുടെ സാക്ഷിയുമായിട്ടാണ് പരിശുദ്ധ സഭ വീക്ഷിക്കുന്നത്. പരിപൂർണ സമർപ്പണത്തിലൂടെയും താഴ്മയിലൂടെയും വചനമാം ദൈവത്തെ ഉദരത്തിൽ വഹിച്ച് പാപാന്തകാരത്തിൽ നിന്നുള്ള മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിന് കാരണക്കാരിയായി തീർന്ന പരിശുദ്ധ കന്യക മറിയത്തെ ഓർത്തഡോക്സ് വേദശാസ്ത്രം രണ്ടാം ഹവ്വയായിട്ടാണ് വീക്ഷിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാവായ ഹവ്വയുടെ വീഴ്ചയിൽ സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധം മൂലകപ്പെടുന്നു. ഈ ബന്ധത്തിന്റെ വീണ്ടെടുപ്പിന് സ്വർഗം തിരഞ്ഞെടുത്ത രണ്ടാം ഹവ്വയാണ് പരിശുദ്ധ ദൈവമാതാവ്. രക്ഷണ്യ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണത്തിനായി ദൈവഹിതത്തിന് സ്വയം സമർപ്പിതയായതിലൂടെയാണ് പരിശുദ്ധ മറിയം വീണ്ടെടുപ്പിന്റെ മാതാവും രണ്ടാം ഹവ്വയും ആയിത്തീർന്നത്. ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾ ദൈവഹിതം തിരിച്ചറിയാതിരുന്നതിനാൽ മനുഷ്യകുലം പാപക്കുഴിയിലേക്ക് വീണുപോവുകയാണ്. അതേ പാപത്തിൽ നിന്നുള്ള മനുഷ്യന്റെ വീണ്ടെടുപ്പിന് ദൈവഹിതം തിരിച്ചറിയുന്നതിലൂടെ പരിശുദ്ധ അമ്മ കാരണക്കാരിയായി തീരുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം നാം വായിക്കുന്നത് പോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തന്റെ നിയോഗത്തെ ഏറ്റെടുക്കുകയാണ്. സുറിയാനി സഭാപിതാവായ മാർ അപ്രൈം ഇപ്രകാരം ഹൗവയെയും പരിശുദ്ധ കന്യക മറിയത്തെയും പറ്റി എഴുതുന്നു. മരണം ഹൗവയുടെ ചെവിയിലൂടെ പ്രവേശിച്ചു, തന്മൂലമാണ് ജീവൻ മറിയാമിന്റെ ചെവിയിലൂടെ പ്രവേശിച്ചത്. ഹവ്വയുടെ ചെവിയിലൂടെ പ്രവേശിച്ച് വ്യാപിച്ച പാപമരണത്തെ ദൈവീക ദൂതിനെ ശ്രദ്ധയോടെ ശ്രവിച്ചതിലൂടെ പരിശുദ്ധ കന്യക മറിയാം ഇല്ലാതെയാക്കുന്നു. വചനിപ്പിന്റെ വേളയിൽ ഗബ്രിയേൽ മാലാഖയോടുള്ള പരിശുദ്ധ അമ്മയുടെ പ്രതികരണവും ആദ്യ മാതാവിന്റെ അനുസരണക്കേടിനെ ഇല്ലാതാക്കുന്നു. ഇതുകൊണ്ടാണ് സുറിയാനി സഭാ പാരമ്പര്യത്തിൽ രണ്ടാം ഹവ്വ എന്ന പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ സഭ ദൈവമാതാവിനെ തെയോട്ടോക്കോസ് അഥവാ ദൈവത്തെ വഹിച്ചവളെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ സഭാപിതാക്കന്മാർ നൽകുന്ന രണ്ടാം ഹവ്വ എന്ന വിശേഷണം ഇതോട് ചേർത്ത് വായിക്കുമ്പോൾ രക്ഷണ്യ പ്രവർത്തനത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്ഥാനം വ്യക്തമാകപ്പെടുകയാണ്. സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് പിതാവ് ഇപ്രകാരം പറയുന്നു: ഒരു കന്യക നമ്മെ പറുദീസയിൽ നിന്ന് പുറത്താക്കി, ഒരു കന്യകയിലൂടെ നാം നിത്യജീവനെ കണ്ടെത്തി. പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തിൽ നിന്നാണ് മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. രണ്ടാം ഹവ്വയായ പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതം പരിപൂർണ സമർപ്പണത്തിന്റെ ആത്മീകാനുഭവത്തിലേക്കുള്ള ഒരു വിളിയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നാം അഭയപ്പെടുന്ന ഈ വിശുദ്ധ നോമ്പിന്റെ ദിനങ്ങളിൽ ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ആത്മശുദ്ധീകരണത്തിന്റെ പാതയിൽ സമർപ്പണത്തിന്റെ മാതൃസ്മരണകൾ നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവത്തിന്റെ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ.